ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് പോവുകയാണ്. ഇഷ്ടമില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. പക്ഷേ ഒപ്പാക്കും ആബുജിക്കും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോവുകയാണ്. എനിക്കിന്ന് പോകാൻ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാലേ വേറൊന്നുമല്ല, അതിന് മുമ്പേ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ഭയങ്കരമായിട്ട് മഞ്ഞ് വീഴുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് എനിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തത്. മഞ്ഞ് വീഴുന്ന ദിവസം എന്ന് പറഞ്ഞാലേ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താ പറയുക, റോഡിലൊക്കെ മഞ്ഞ് ഒരുപാട് വീണ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിൽ വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സിറ്റിസൺഷിപ്പിൻ്റെ ആ ടൈമിൽ ഞങ്ങൾ മഞ്ഞ് നല്ലോണം വീണ ദിവസമാണ് പോയത്. പക്ഷേ അന്ന് എന്നെന്ന് പറഞ്ഞാൽ തിരിച്ച് വന്നവർക്ക് എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ അറിയാൻ പോയത്. കാരണം എന്ന് പറഞ്ഞാൽ കാറുകളെല്ലാം ഇങ്ങനെ സ്ലിപ്പായിട്ട് പോകാൻ പറ്റാതെ ഇങ്ങനെ റോഡിൽ കിടക്കുന്നത് ഇങ്ങനെ ഒരുപാട് കണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മഞ്ഞ് വീഴുന്ന ദിവസം എവിടെയെങ്കിലും കാറിൽ പോകാൻ എനിക്ക് ഇഷ്ടേ ഇല്ലാത്തൊരു ഒരു കാര്യമാണ്, ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുള്ള ആ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ നെക്സ്റ്റ് ഇയർ വിൻ്ററിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മഞ്ഞ് വീണാലും കുഴപ്പമില്ല, നമുക്ക് പോകാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ഒപ്പാടുത്ത് പറയുകയും ചെയ്തു, ഇത്രയും മഞ്ഞ് വീഴുന്ന ഈ ടൈമിൽ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഭ്രാന്തുള്ള ആൾ ഒപ്പം മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. ഇവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ റെസ്റ്റിംഗ് ഏരിയയിൽ ഇറങ്ങിയപ്പോൾ കാണാം ഇവിടെ പാർക്കിംഗ് ചെയ്യാൻ സ്ഥലമില്ലെന്നേ. അത്രയ്ക്ക് ആൾക്കാരാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം അങ്ങോട്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ വിൻ്റർ ടൈമിൽ ഒറും നക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ തണുത്തുറഞ്ഞ് കിടക്കുന്ന ലേക്കുണ്ടല്ലോ, ലേക്കല്ല, ഒരു ചെറിയ കനാൽ പോലത്തേൽ കുഴിയെടുത്തിട്ട് അതിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കനാലാണ്. അവിടെ അവർ ഈ മീൻ പിടിക്കാനുള്ള കുഴിയൊക്കെ എടുത്തിട്ടേക്കും. അപ്പോൾ നമ്മൾ ചെന്നിട്ട് മീൻ പിടിച്ചാൽ മാത്രം മതി. പിടിക്കാനുള്ള മീനും അവർ ഓൾറെഡി അതിൽ ആ പുഴയിൽ കൊണ്ടിട്ടേക്കും. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കാണാൻ നോക്കി എന്തുമാത്രം തിരക്കാൻ നോക്കി. ഇത്രയും തിരക്കുള്ള ഒരു റെസ്റ്റിംഗ് ഏരിയ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഇത്രയും ആൾക്കാർ ഈ മഞ്ഞത്ത് എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. വീട്ടിലെങ്ങാനും മിണ്ടാതെ പുതപ്പും മൂടി ഇരിക്കാനുള്ളവരെ. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത്, ഞാനാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ഞാനിങ്ങനെ കുറേ മെനു ഒക്കെ നോക്കിയിട്ട് ഏതാണ് ടേസ്റ്റ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നൊക്കെ കയറി വന്നപ്പോഴേ ഒന്ന് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ തുങ്കാസ് എന്ന് പറയുന്ന ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. സാധാരണ ഞാൻ വേറെ സ്റ്റോറുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ തുങ്കാസ് എന്ന് പറയുന്ന ഐറ്റം അങ്ങനെ കഴിക്കാറില്ല. മീറ്റിൻ്റെ സ്മെല്ല് വരാറുണ്ട്. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു, സോസും അടിപൊളിയായിരുന്നു. പിന്നെ ഒമ്മായും ആബുജിയും കൂടെ അവർ ഒരു ഫുഡ് വാങ്ങിയിട്ടാണ് ഷെയർ ചെയ്തത്. കാരണം ഒരു ഫുഡ് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായത് കാരണം ഒരാൾ ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ഒന്ന് വാങ്ങിയിട്ട് ഷെയർ ചെയ്തു. അതിനുശേഷം നേരെ നമ്മൾ കോഫി വാങ്ങാൻ പോയി. കൊങ്ച എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ താറോ മിൽക്ക് ടീ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ കൊറിയയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. എങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഈ ഐസ് തീ മീൻ പിടിക്കുന്ന ആ സ്ഥലത്തോട്ട് പോകുന്നത് ഏകദേശം 3 മണിക്കൂറത്തെ ട്രാവലിംഗ് ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരുന്ന കാരണം ഒരു 45 മിനിറ്റും കൂടെ എക്സ്ട്രാ വേണ്ടി വന്ന് പതുക്കെയാണ് പോയത്. അപ്പോൾ ഇത് നോക്കിയേ, ഫുള്ള് മഞ്ഞ് വീണിട്ട് അതിനെ ഉറഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ ഇത്രയും തണുപ്പുള്ള ദിവസം എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പനി പിടിച്ച് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വന്നാൽ പനി പിടിച്ച് മൂക്കുമൊക്കെ ഒലിച്ച് കിടക്കേണ്ടി വരിക. അതുകൊണ്ടാണ് എനിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തൊട്ട് പോണില്ല എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഒപ്പായും ആബുജിയും പറയുന്നത് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് പോയി നോക്കാം, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ് എന്നെ ഇംപ്രഷൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇംപ്രഷൻ ചെയ്ത് കൊണ്ടുപോയാലും എൻ്റെ മുഖം ഒരുമാതിരി ചാണകം ചവിട്ടിയ പോലെ ആട്ടെ ഇരിക്കുന്നത്. വേറെ ഒന്നുമല്ല, പോകാൻ ഇഷ്ടമില്ലാത്തത് കാരണം. അപ്പോൾ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ കാണുന്ന കേബിൾ കാർ എന്ന് പറഞ്ഞാൽ ചുഞ്ചോൺ കേബിൾ കാറാണ്. ഇപ്പോൾ കൊറിയയിലുള്ള കേബിൾ കാറിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ആ ഒരു കേബിൾ കാറാണിത്. അത് മാത്രമല്ല, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അതായത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചുഞ്ചോൺ എന്ന് പറയുന്ന സ്ഥലം. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം ഇത് ഒമ്മാട
ഉമ്മ ജനിച്ച സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കൂടെ എപ്പോൾ പാസ് ചെയ്താലും ഉമ്മ ഇവിടെയാണ് ജനിച്ചത് എന്നുള്ള അറിയാമല്ലോ. നമ്മുടെ പഴയ ആൾക്കാർ പണ്ടത്തെ കഥകളിങ്ങനെ പറയില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒപ്പ പറയുകയും ചെയ്ത് എപ്പോൾ ഇവിടെ പാസ് ചെയ്താൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്നുമ്മ. അങ്ങനെ അതിനുശേഷം നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോൾ പാസ് ചെയ്ത് ചുഞ്ചുന എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സ്ഥലം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വേറെ ഒന്നുമല്ല, ഒരു തക്കൽബി എന്ന് പറയുന്ന ഫുഡ് ഒറിജിനേറ്റ് ചെയ്തത് ഈ ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ഈ സ്ഥലം ഭയങ്കര ഫേമസ് ആണ്. ചുഞ്ചുൻ തക്കൽബി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, എല്ലാ കൊറിയക്കാർക്കും അറിയാം. അതേപോലെ തന്നെ ഈ തക്കൽബിയുടെ ആ ഒറിജിനൽ ഐറ്റം, ആ ഫുഡ് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിക്കണമെന്നാണ് കൊറിയക്കാർ പറയുന്നത്. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ചുഞ്ചുൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തിനെക്കാട്ടി കുറച്ചുകൂടെ അകത്തോട്ട് പോകുന്ന ഒരു കൺട്രി സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ജനുവരി 11 തൊട്ട് ഫെബ്രുവരി 2-3 വരെ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയായിട്ടോ വന്നത്. അപ്പോൾ കറക്റ്റ് ഇത് തീരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണോ അത് ഈ പ്രോഗ്രാം തീരുന്നതിൻ്റെ അന്നാണെന്ന് തോന്നുന്നു വന്നത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ അവർ എഴുതിയൊക്കെ വെച്ചിരുന്നത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഫിഷിംഗ് ഈ പ്രോഗ്രാം ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോറിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വരാം. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിന് സെപ്പറേറ്റ് ഇവർ മീൻ പിടിക്കുന്ന സ്ഥലം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ നിന്ന് തന്നെ മീൻ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. നല്ല അടിപൊളി രസമല്ലായിരുന്നു കാണാൻ, നല്ല മലകളും മരങ്ങളും. പക്ഷേ എൻ്റെ മുഖം ചാണകം ചവിട്ടിയ പോലെ തന്നെയായിരുന്നു ഇരുന്നത്, കാരണം എനിക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ കാണാം ഒരു കരടിക്കൊട്ടൻ ചൂണ്ടയൊക്കെ പിടിച്ചിരിക്കുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉഷാറ് വന്നു. പിന്നെ ഇതിനകത്തോട്ട് കയറിയപ്പോഴല്ലേ ഇവിടെ പാർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നല്ലേ. അപ്പോൾ എനിക്ക് വീണ്ടും കുറച്ചുകൂടെ ഒന്ന് ഉഷാറ് വന്നു കേട്ടോ, എന്തായിരിക്കും സംഭവം എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒരു ആർത്തിയായിട്ട് ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ആദ്യത്തെ പാടെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി നമ്മുടെ കാറ് പാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പാർക്കിംഗ് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ സാധാരണ മീൻ പിടിക്കുന്ന അവിടെ നിന്ന് കുറച്ചങ്ങ് ദൂരോട്ടാണ് നമ്മൾ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഏതെങ്കിലുമൊക്കെ കാറ് കഴിഞ്ഞിട്ട് ഇറങ്ങി ഇവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവർ പാറുവാണെന്നുണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ പതുക്കെ ഇഴഞ്ഞ് പോയി. പക്ഷേ ഒരിടത്തും സ്ഥലമില്ലായിരുന്നു, ഫുള്ള് ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ആൾക്കാർ ഈ മഞ്ഞത്ത് ഇവിടെ വന്നു എന്നാണ്. അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒപ്പ മാത്രമല്ല, ഒപ്പായെ പോലെ വട്ടി പിടിച്ച കുറേ ആൾക്കാരുണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ വട്ടിയും കുട്ടയൊക്കെ പറക്കിയെടുക്കുകയാണ്. ഈ മീൻ പിടിക്കാൻ പോയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇരിക്കാനുള്ള ചെയറും അതും ഇതൊക്കെ നമ്മൾ കൊണ്ടാണ് വന്നത്. കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്, കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഡബിൾ പ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ ഇത് നോക്കിയേ നമ്മൾ ആ സ്ഥലത്ത് വന്ന്. ഇതെന്ന് പറഞ്ഞാൽ പല സെക്ഷനായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. മീൻ പിടിക്കാൻ പറ്റുന്നത്, പിന്നെ സ്കീ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ നിരങ്ങി വരുന്നതിൽ മഞ്ഞത്ത് നിരങ്ങി വരാൻ പറ്റുന്ന, അങ്ങനെ കുറേ സെക്ഷനായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വലതുവശത്തോട്ട് നോക്കിയേ എന്തുമാത്രം ആൾക്കാരാണെന്ന്. അപ്പം ഇത്രയും മഞ്ഞത്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ മഞ്ഞ് വീഴുന്ന ദിവസം ഇത്രയും ദൂരെ വന്ന് ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് വട്ടാണോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒപ്പായും ആബുജി മാത്രമല്ല, ഇവിടെ ഈ വലതുവശത്തും ഇടതുവശത്തൊക്കെ കാണാൻ ഇത്രയും പേരും സെയിം ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകുന്നത് ഒരു ചെറിയൊരു പാലത്തിൽ കൂടെയാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. പാലം എന്ന് പറഞ്ഞാൽ നല്ല ഷേക്കിംഗ് ഉണ്ടായിരുന്നു പാലം. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ഭയങ്കര പേടിയാട്ടോ. പേടിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നും. അപ്പോൾ ഈ പൊന്തച്ചനൊപ്പം ഫ്രണ്ടിൽ കൂടെ പോയത് കാരണം ഈ പാലം മൊത്തത്തിൽ ഒരു കുലുക്കായിരുന്നു. അത് കാരണം തന്നെ എനിക്ക് നടക്കാൻ പറ്റിയില്ല. പേടി കാരണം പിന്നെ അവസാനം ഒപ്പം എന്നെ പിടിച്ചുകൊണ്ടാണ് പോയത് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഈ ഹൈറ്റ് പേടിയുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ നമ്മുടെ കാല് ഒരുമാതിരി കിരി ആവുന്ന പോലുള്ളൊരു ഫീലിംഗ് ആവും. പിന്നെ നമുക്ക് അങ്ങോട്ട് നടക്കാനൊക്കെ ഒരു പേടിയായിരിക്കും. അങ്ങനെ ഒപ്പ എന്നെ ഹെൽപ്പ് ചെയ്ത് നോക്കി, എന്തുമാത്രം ആൾക്കാരാണെന്ന് നോക്കി. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്തിയത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു
2:30 3 മണിയായപ്പോഴത്തെ ആയിട്ടോ നമ്മളിവിടെ എത്തി. ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഇവിടെ വന്നിരിക്കുന്നവരാണ്. ഇത്രയും ആൾക്കാരെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മുഖം ഒന്ന് പുഞ്ചിരി വീണു. ഈ മുഖത്തെ എക്സ്പ്രഷൻ നോക്കി. അങ്ങനെ ഇതിനകത്ത് എന്താ സംഭവം എന്ന് അറിയാനുള്ള ഭയങ്കര ആകാംക്ഷയായിട്ട് ഞാൻ ഓടിപ്പോയി. അങ്ങനെ ആദ്യം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോയി ടിക്കറ്റ് മാത്രം വാങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ഒന്നും ചെയ്യാതെ ആയിട്ടോ വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ കൊറിയക്കാരായത് തന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എപ്പോഴും കിട്ടും. അതുകൊണ്ട് നമ്മൾ വന്നിട്ട് നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ടിക്കറ്റ് കൗണ്ടറിൽ. അപ്പോൾ ഇവിടെ കുറേ പ്രോഗ്രാംസോ എന്തൊക്കെയോ കുറേ ഉണ്ട്. നോക്കി എന്തുമാത്രം ആൾക്കാർ നോക്കി. അത് കൊച്ചു കുട്ടികൾ വരെ വന്നേക്കുവാന്ന്. ഈ തണുപ്പത്ത് ആ കൊച്ചു കുട്ടികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് പനി പിടിക്കത്തില്ല. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ടിക്കറ്റ് എടുക്കണമെന്നാണ്. ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ 15,000 കൊറിയൻ വണ്ണാണ് ഒരാൾക്ക് നമ്മൾ ഫീസായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ തൊട്ടിപ്പുറത്തോട്ട് പോകാൻ പറയും. അവിടെ നിന്ന് അവർ നമ്മുടെ നമ്പർ നമ്മുടെ ഇതിൽ ഡ്രസ്സിൽ ഇങ്ങനെ പിൻ ചെയ്ത് തരും. ആ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മീൻ പിടിക്കുന്നിടത്തോട്ട് കയറാനും ഇറങ്ങാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവരിവിടെ നിന്നൊരു കവർ തന്ന്. അപ്പോൾ കവർ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ മീൻ പിടിക്കുന്ന സമയത്ത് മീനിനെ ഇടാൻ വേണ്ടിയിട്ടാണ് ആ കവർ തരുന്നത്. തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ എത്ര മീനെ പിടിച്ചു എന്നുള്ള കാര്യമൊക്കെ അവരിങ്ങനെ ചെക്ക് ചെയ്തിട്ടാട്ടോ നമ്മളെ പുറത്തോട്ട് വിടുന്നത്. കാരണം ഒരുപാട് മീൻ പിടിക്കാൻ പാടില്ലെന്നാണ് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് അറിയത്തില്ല എന്താണ്. അപ്പോൾ നമ്മളിതാ ടിക്കറ്റെല്ലാം എടുത്തതിന് ശേഷം ഇനി നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ മീൻ പിടിക്കാനുള്ള ചൂണ്ട വേണമല്ലോ. അപ്പോൾ മീൻ പിടിക്കാനുള്ള ചൂണ്ട ഞങ്ങൾക്കില്ലായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഓൾറെഡി അതൊക്കെ വീട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഞാൻ ഒപ്പായിട്ട് നേരെ ചൂണ്ട വാങ്ങാൻ വേണ്ടി പോയി. ചൂണ്ട വാങ്ങാൻ വേണ്ടി പോയപ്പോൾ കാണാൻ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ടായിരുന്നു. ഏതാണ് വാങ്ങേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ. കാരണം നമ്മൾ അങ്ങനെ മീൻ പിടിക്കാനൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ. അപ്പം ഇവിടെ നിന്ന് അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപ്പൂപ്പൻ വന്നിട്ട് ഒപ്പായ ഭയങ്കരമായിട്ട് കൺവീൻസ് ചെയ്തു. ഈ സാധനമാണ് നല്ലത്, ഇതിട്ട് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മീൻ പിടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ബ്ലാ എന്തെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒപ്പ അതിലൊക്കെ അങ്ങ് മയങ്ങി വീണ് നമ്മളതൊന്ന് വാങ്ങി. എന്നാൽ പിന്നെ ഇനി അതിട്ടിട്ട് പെട്ടെന്ന് മീൻ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ അതെല്ലാം ഞങ്ങൾ വാങ്ങിക്കൊണ്ട് ഇതിനകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിന് ഓൾറെഡി ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ നദിയൊന്നും അല്ല കേട്ടോ. ഇത് ചെറിയൊരു കനാലാണ്. ആ കനാലിപ്പം തണുപ്പ് കാരണം ഉറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇത് വെള്ളമാട്ടോ തണുത്തിരിക്കുന്നത്. ഇനി ഇതിനെന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി ഇതിലൊരു കുഴി ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന കുറേ കുഴികളിങ്ങനെ അവർ ഐസിലെടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവർ തന്നെയാണ് ഇവിടെ മീനിനെ കൊണ്ട് ഇടുന്നത്. ആ മീനിനെയാണ് നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കുന്നത്. അല്ലാതെ ഇവിടെ ഉള്ള ഒറിജിനൽ മീനല്ല, ഇവർ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു അജഷി ഇരുന്നിട്ട് ഓൾറെഡി രാവിലെ തൊട്ട് വന്നതാണെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ കാണാം അവർക്കൊരു മീനിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉമ്മ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ആ അജഷി എന്നൊരു നല്ല അജഷിയായിരുന്നു കേട്ടോ. ചിലരാണെന്നുണ്ടെങ്കിൽ കാണിച്ചൊന്നും തരത്തില്ല. അപ്പോൾ ഇത് നോക്കിയാൽ അവരിപ്പോൾ രാവിലെ തൊട്ട് ഒരു 3 മണി വരെ ചൂണ്ടയിട്ടപ്പോഴത്തേക്ക് കിട്ടിയതാണ് ഒരു മീനെ അവർക്ക് കിട്ടി. അങ്ങനെ അവർ ഭയങ്കര സന്തോഷിച്ചിരിക്കുന്നുണ്ടല്ലേ. ആ അജഷിയുടെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചൂണ്ട പിടിക്കാൻ പോകുന്ന കുഴി. അവർ നല്ലോണം കുഴിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. അപ്പോൾ ഒമ്പായും കൂടെ ചൂണ്ടയിട്ട് പിടിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നടന്ന് കാണാം. നമുക്ക് മീനിന്ന് കിട്ടോ ഇല്ലെന്നൊന്നും അറിയാൻ വയ്യ. എന്നാലും നമുക്കൊന്ന് നോക്കാം.
ഇവിടെ ചൂണ്ടയിട്ട് പിടിക്കുന്ന മാത്രമല്ല കേട്ടോ, നമ്മൾ കൈകൊണ്ട് മീനിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റിയൊക്കെ ഇവിടെ ഉണ്ട്. ഒപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ആ ആക്ടിവിറ്റിയൊക്കെ ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭയങ്കര തണുപ്പ് കാരണം ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമില്ല പോയി കൈ കൊണ്ട് പിടിക്കുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും ഒപ്പായും കൂടെ ഭയങ്കരമായിട്ട് ഇത് ചൂണ്ടയൊക്കെ ഇട്ട് വലിയ പ്രൊഫഷണലെ പോലെ ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ആൻറ്റി ഒരു കൊച്ചു ഇരിപ്പുണ്ടായിരുന്നു. അവർ രാവിലെ 9:30 10 മണിയെങ്ങാണ്ടായപ്പോൾ വന്നതാന്ന് പറഞ്ഞു. ഇതുവരെ അവർക്ക് ഒരു മീനെ പോലും കിട്ടിയില്ലാന്ന്. അങ്ങനെ അവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഇത് നോക്കിയേ, ഇവിടെ തൊട്ട് അടുത്ത് തന്നെ വേറെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒപ്പടുത്ത് പറഞ്ഞു എന്നാൽ പിന്നെ ആ ആക്ടിവിറ്റീസിലോട്ട് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാനും ഒമ്മായും കൂടെ ഒപ്പായേയും ആബുജിയേയും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പതുക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇവിടെ പല പല ആക്ടിവിറ്റീസ് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ സ്കീ ഉണ്ട്. പിന്നെ അതിൽ എന്താ പറയുക, ഒരു വട്ടി പോലത്തേൽ കയറി ഇരുന്നിട്ട് നിരങ്ങി വരുന്നതുണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാലേ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് കൊറിയക്കാരെ കാട്ടി ഏറ്റവും കൂടുതൽ കണ്ടത് ഫോറിനേഴ്സിനെയാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഫോറിനേഴ്സിന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ മീൻ പിടിക്കാനുള്ള ഏരിയ അവർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ പിടിച്ച മീനുണ്ടല്ലോ അതിനെ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തന്നെ നമുക്ക് അതിനെ ചുട്ട് തരും. അപ്പോൾ നമുക്ക് ആ ചുട്ട മീനിനെ കഴിക്കാൻ പറ്റും. അടിപൊളിയല്ലേ? നമ്മൾ പിടിച്ച മീനിനെ ചുട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, കാരണം നമുക്ക് ഇതുവരെ ഒരു മീനെ പോലും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഒപ്പടുത്ത് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെയെല്ലാം കറങ്ങി കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു മീമിയെങ്കിലും പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിന് മാത്രമുള്ള ഏരിയ ആണ്. അപ്പം ഫോറിനേഴ്സിന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടൊക്കെ വരാൻ പറ്റും. ഒരുപാട് ഫോറിനേഴ്സായിരുന്നു. ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ ചൈനീസ്, ജാപ്പനീസ്, അതേപോലെ തന്നെ വിയറ്റ്നാംകാരായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ കണ്ടതും. അപ്പോൾ ഇവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും തണുപ്പുള്ള ദിവസം ഇവിടെ വന്ന് ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും ആരെങ്കിലും. അങ്ങനെ ഞാനും ഒപ്പായും ഒമ്മായും ആബോജിയും ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മളിപ്പോൾ നേരെ തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ചെന്ന് പറഞ്ഞാൽ ഞാനും ഒമ്മായും ഇവിടെ കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ഒപ്പായും ആബുജിയും മീൻ എന്തെങ്കിലും കിട്ടിക്കാണുമോ പിടിച്ച് കാണുമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫോറിനേഴ്സിൻ്റെ ഇതിലോട്ടൊന്ന് കയറിപ്പോയി ജസ്റ്റ് ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കാണാം ഫോറിനേഴ്സിൻ്റെ ടിക്കറ്റ് ഉണ്ടല്ലോ അത് വേറൊരു കളറ്, കൊറിയക്കാരുടേത് വേറൊരു കളറാണ്. അപ്പോൾ എൻ്റേത് കൊറിയക്കാരുടേതല്ലേ, അത് കാരണം തന്നെ എനിക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള 2 പേര് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കാമല്ലോ, അങ്ങനെ ഉമ്മാക്കൊരു ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്ന് ഞാൻ ഒപ്പടുത്ത് ദൂരേന്ന് വന്നപ്പോഴേ ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഒപ്പാടെ മുഖത്തിൽ ആ ചാണാൻ ചവിട്ടിയ പോലത്തുള്ള എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഒന്നും കിട്ടിയില്ലെന്ന്. അപ്പോൾ നമ്മളെ തൊട്ടപ്പുറത്ത് ഇരുന്ന് ആദ്യം വന്നപ്പോൾ ഞാൻ കാണിച്ചെന്നൊരു അങ്കിളുണ്ടല്ലോ, ഒരു അജഷി, അവർ വീണ്ടും മീനിനെ തോനെ പിടിച്ചു എന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് മാത്രം കിട്ടിയില്ല, മീൻ പിടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറേ മീനിനെ കിട്ടി. പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ മീനിനെ പിടിക്കാനുള്ള ഒരു ഇതും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് മീനിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കടലിലൊക്കെ ചൂണ്ടയിടാൻ പോകുന്ന പോലത്തെ ഇതുണ്ടല്ലോ ചൂണ്ട, അത് കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ പാടില്ല എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 5-6 മീനൊക്കെ ഒരുമിച്ച് പിടിച്ചവരെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പം പിടിച്ചത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ 5-6 മീനെയൊക്കെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോലെ ഇവിടെ നിന്ന് വാങ്ങി ചൂണ്ടയിട്ട് പിടിച്ച ആർക്കും എനിക്ക് തോന്നുന്നു മീൻ കിട്ടിയില്ല എന്ന് തോന്നുന്നു. കാരണം ഈ തൊട്ടിപ്പുറത്ത് ഒരു ആൻറ്റി ഒരു കൊച്ചും രാവിലെ 9:30 തൊട്ട് ഇരിക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെ അവർക്ക് ഒരു മീനെ പോലും കിട്ടിയില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടിട്ട് പിടിച്ചതായിരിക്കും ബാക്കിയുള്ളവർ. എന്തായാലും നമ്മളതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഒപ്പ ഫോണൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ്, കോൺസെൻട്രേഷൻ ചെയ്യാത്തതുകൊണ്ടാണ് മീനെ കിട്ടാത്തതെന്ന്. അങ്ങനെ ഒപ്പ പറഞ്ഞു എന്താ പിന്നെ നീ ഇരുന്ന് കോൺസെൻട്രേഷൻ ചെയ്യ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഇരുന്ന് കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്.
എനിക്കും കിട്ടൂല എന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഇതിന് അകത്തൂടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഏറ്റവും ഈ അടിഭാഗം നമുക്ക് കാണാൻ പറ്റും. ഒരു മീനും അതുവഴി പാസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെയും കണ്ടില്ല. ഇത് നോക്കി ഇത്രയും ആൾക്കാർ രാവിലെ തൊട്ട് വന്ന് ഈ തണുപ്പത്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കുവാണെന്നേ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇരുന്നിട്ട് നോക്കിയപ്പോൾ കാണാം ആബുജി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോകാം, കാരണം വൈകിട്ട് ഭയങ്കരമായിട്ട് മഞ്ഞ് വീണ് തുടങ്ങും. മഞ്ഞ് വീണ് കഴിഞ്ഞിരുന്നാൽ ഇതിപ്പോൾ കൺട്രി സൈഡിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സിറ്റി സൈഡാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മഞ്ഞ് വീഴുമ്പോൾ തന്നെ ഈ ഉപ്പ് വിതറുന്ന വണ്ടി വന്നിട്ട് ഫുള്ള് വിതറിക്കഴിഞ്ഞാൽ മെൽറ്റായി തുടങ്ങും. പക്ഷേ ഇത് കൺട്രി സൈഡായത് കാരണം അങ്ങനെയുള്ള വണ്ടികൾ വരാൻ വേണ്ടി ചിലപ്പം താമസിക്കും. അപ്പം റോഡ് ഫുള്ള് ബ്ലോക്കായി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ എടുക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് തിരിച്ച് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഇവിടെ ഈ തണുപ്പത്ത് കുത്തിയിരുന്ന് മീനൊന്നും കിട്ടാതെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കൊണ്ടുവന്ന ചെയറും അതും ഇതും എല്ലാം കൂടെയൊക്കെ നമ്മൾ ഫുള്ള് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 5-6 മീനൊക്കെ പിടിച്ച ആൾക്കാർ എങ്ങനെയായിരിക്കും പിടിച്ചതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഒപ്പം പറഞ്ഞാൽ എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് വരുന്ന സമയത്ത് മീനിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് പിടിക്കാമെന്ന്. അങ്ങനെ ഇത് നോക്കി നമ്മൾ പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പം 4:37 നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ 3 മണിക്കൂറാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ലൊക്കേഷൻ മാപ്പ് നോക്കിയപ്പോൾ കാണാം ഇത് കാണിക്കുന്നത് പറഞ്ഞാൽ 5 മണിക്കൂർ എടുക്കുന്നു. 5 മണിക്കൂർ എന്ന് പറഞ്ഞാലും അത്രയ്ക്ക് ബ്ലോക്കായി കിടക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ നേരെ പോകുന്ന വഴിക്ക് ഈ റോഡിലൊന്നും ഇപ്പം ഉപ്പ് വിതറിയിട്ടില്ല. അത് കാരണം തന്നെ ഭയങ്കര സ്ലിപ്പറിയാണ്. അതുകൊണ്ട് പതുക്കെയാണ് പോകുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് സ്ലിപ്പായി തുടങ്ങിയപ്പോഴത്തേക്ക് ആബുജി അമ്മായും പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ എവിടെയും നമുക്ക് റൂം എടുത്ത് താമസിച്ചതിന് ശേഷം നമുക്ക് വീട്ടിലോട്ട് പോകാം. പക്ഷെ നമ്മുടെ കുഞ്ഞി വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളത്. അപ്പോൾ ഇത് ലേറ്റായി കഴിഞ്ഞാൽ ഇത് ട്രാഫിക്കിൽ പെട്ടാലും ഇന്ന് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഈ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയുള്ള പ്രശ്നം അതാണെന്നേ. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം കാണത്തില്ല. അങ്ങനെ ഇന്ന് വീട് എത്തുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ പേടിച്ചാണ് പോയത്. പക്ഷേ എന്തായാലും നമ്മൾ സേഫായിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.